ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുമ്പോൾ ചില്ലി ചിക്കനാണ്. റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലെ ചില്ലി ചിക്കൻ അടിപൊളി ടേസ്റ്റി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. ചാനലൊക്കെ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇവിടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ചിക്കനാണ്. ഞാനിവിടെ ബോണോട് കൂടിയുള്ള ചിക്കനാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ബോണില്ലാതെ വേണമെങ്കിൽ എടുക്കാം. നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് കോൺഫ്ലോർ 4 ടേബിൾ സ്പൂൺ ആഡ് ചെയ്തിട്ടുണ്ട്. 1/2 ടേബിൾ സ്പൂൺ സോയാ സോസ്, 1/2 ടേബിൾ സ്പൂൺ ചില്ലി സോസ്, 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ. പെപ്പർ പൗഡർ വീട്ടിൽ പൊടിക്കുന്നതാണ് കേട്ടോ നല്ലത്. കടയിൽ നിന്ന് വാങ്ങുന്ന ഒരു ഫ്ലേവറും ഉണ്ടാകില്ല. അതിനുശേഷം 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി പോകരുത്. സോയാ സോസിലും കുറച്ച് ഉപ്പുള്ളതാണ്. ഇനി ഇത് നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ചിക്കൻ കഴുകി വെള്ളമൊക്കെ ഡ്രെയിൻ ചെയ്തതിന് ശേഷം മാത്രമേ നമ്മളത് ഉണ്ടാക്കാനായിട്ട് എടുക്കാവൂ, അല്ലെങ്കിൽ വെള്ളം കൂടിപ്പോയത് കണക്കാവും കേട്ടോ. അപ്പം നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അടുത്ത ഇൻഗ്രീഡിയൻ്റ് എന്ന് വെച്ചാൽ സ്പ്രിംഗ് ഒണിയനാണ്. ഞാനിവിടെ എടുത്തേക്കുന്ന ഹോം മെയ്ഡായിട്ടുള്ള സ്പ്രിംഗ് ഒണിയനാണേ. മുകൾ ഭാഗം ഗാർണിഷ് ചെയ്യാനും അതിൻ്റെ അറ്റം ഭാഗം അല്ലാതെ ഇട്ട് കൊടുക്കാനും വേണ്ടിയിട്ടാണ്. വൈറ്റ് പാർട്ടുണ്ടല്ലോ, ഇഞ്ചി 1 ഇഞ്ച് മതി. നന്നായി ചോപ്പ് ചെയ്തെടുക്കുക. 10 വെളുത്തുള്ളി അല്ലിയില്ലേ, 10 വെളുത്തുള്ളി അല്ലികൾ അതും ചെറുതായി ചോപ്പ് ചെയ്തെടുക്കുക. പിന്നെ സവാള ക്യൂബായിട്ട് അരിഞ്ഞിളക്കിയിടുക. 2 പച്ചമുളകും ചോപ്പ് ചെയ്ത് വയ്ക്കുക. പിന്നെ ഇവിടെ ഒരു ക്യാപ്സിക്കമാണ് ഞാൻ എടുക്കുന്നത്. അതും നന്നായി ക്യൂബായിട്ട് കട്ട് ചെയ്തെടുക്കുക. അരമണിക്കൂറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി ആ ചിക്കനൊക്കെ ഒന്ന് നന്നായി ഫ്രൈ ചെയ്തെടുക്കാം. അതിനായി ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ എടുക്കുന്നതായിരിക്കും കേട്ടോ നല്ലത്. എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന ചിക്കൻ എല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായി ചൂടായതിനു ശേഷം ആഡ് ചെയ്യാവൂ കേട്ടോ. ചിക്കൻ എല്ലാം ഇട്ട് 1 മിനിറ്റിന് ശേഷം ഫുൾ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചേക്കുന്നത്. അതിന് ശേഷം ഒന്ന് ചെറുതായിട്ടൊന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം. ഇതൊരു 8 മിനിറ്റ് ഇരുന്ന് നന്നായി കുക്കാവണം കേട്ടോ, എങ്കിലേ ചിക്കനൊക്കെ വെന്ത് കിട്ടും നമുക്ക്. ഒരു സൈഡ് ഏകദേശം നന്നായി ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ഏകദേശം 8 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കത് കോരിയെടുത്ത് മാറ്റാം. അടുത്തതായി കോൺ സ്റ്റാർച്ച് വേണം കേട്ടോ. അതിന് 1 കപ്പ് വെള്ളത്തിൽ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇട്ട് നന്നായി ഇളക്കി മാറ്റി വയ്ക്കാം. അതിനുശേഷം വേറൊരു ചീനച്ചട്ടി വെച്ചതിന് ശേഷം കുറച്ച് ഓയിൽ, ഞാൻ ഈ ഫ്രൈ ചെയ്തേക്കുന്ന ഓയിൽ തന്നെയാണ് ഇവിടെ യൂസ് ചെയ്തേക്കുന്നത്. അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, സവാള, ക്യാപ്സിക്കം, പിന്നെ സ്പ്രിംഗ് ഒണിയൻ ഇതെല്ലാം ആഡ് ചെയ്തതിന് ശേഷം ഹൈ ഫ്ലെയിമിനാണ് ഇത് വെക്കാനുള്ളത്. ഒരു 5 സെക്കൻഡ് കഴിയുമ്പോഴാണ് സവാളയും ക്യാപ്സിക്കവും സ്പ്രിംഗ് ഒണിയനും ചേർത്ത് കൊടുക്കുന്നത്. ഹൈ ഫ്ലെയിമിൽ തന്നെ എല്ലാം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക്. ഏകദേശം ഒരു 1 to 2 മിനിറ്റ് വരെ ഇളക്കിയാൽ മതി കേട്ടോ. നല്ല ഹൈ ഫ്ലെയിമിലായിരിക്കണം, ഒരിക്കലും കുറച്ച് വെക്കരുത്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ സോയാ സോസ് ആഡ് ചെയ്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ചില്ലി സോസ്, 4 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്, ഇത്ര ആഡ് ചെയ്ത് നന്നായി ഇളക്കി കൊടുക്കാം. 10-15 സെക്കൻഡ് നന്നായി ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാം. അര കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഗ്രേവി കൂടുതൽ വേണമെങ്കിൽ അതിൽ കൂടുതൽ ചേർക്കാം. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കാം.
ഒരല്പം ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. വെജിറ്റബിൾസിലൊക്കെ ഉപ്പ് കുറവായിരിക്കും. സോയാ സോസ് വീത്തിയിട്ടുണ്ടെങ്കിലും അതിലേക്ക് കണക്കിനാകില്ല. അപ്പോൾ കുറച്ച് അല്പം ഉപ്പ് ചേർത്താൽ മതി കേട്ടോ. 1/2 ടീസ്പൂണാണ് ഞാനിവിടെ ആഡ് ചെയ്തേക്കുന്നത്. നിങ്ങൾ ഉപ്പ് എങ്ങനെയാണോ അത് കണക്ക് ആഡ് ചെയ്യാം. അതിന് ശേഷം നമുക്ക് ഈ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന ചിക്കനൊക്കെ ആഡ് ചെയ്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുക. പെപ്പർ പൗഡർ ആഡ് ചെയ്തതിന് ശേഷം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഗ്രേവി കൂടുതൽ വേണമെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുക്കുക. എൻ്റെ കയ്യിലിപ്പം കുറച്ച് ഗ്രേവി കുറവാണ്, അപ്പോൾ ഞാൻ കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് ഞാനിവിടെ കാണിച്ചിട്ടില്ല. അതിനുശേഷം നമ്മളിവിടെ കോൺ സ്റ്റാർച്ച് ഉണ്ടാക്കി വെച്ചിട്ടില്ലേ, അത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നന്നായി ചുറ്റിച്ചൊഴിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ എല്ലായിടത്തും നന്നായി ഈവനായിട്ട് കിട്ടും. അതിനുശേഷം നന്നായി മിക്സ് ചെയ്യുക. ആദ്യം മുതൽ ഇത്രയും നേരം വരെ ഫ്ലെയിം കൂടി തന്നെയാണ് കേട്ടോ ഇരുന്നത്. ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് വേവിക്കാനുള്ളത്. എങ്കിലേ അതിൻ്റേതായ ഒരു ഇതിൽ കിട്ടൂ നമുക്ക്. കോൺ സ്റ്റാർച്ച് ഒഴിച്ചതിന് ശേഷം കുറച്ച് നേരം മിക്സ് ചെയ്യുമ്പോൾ തന്നെ നന്നായി കൊഴുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഉപ്പൊക്കെ ഉണ്ടോയെന്നൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക. അതിനുശേഷം നമ്മൾ സെർവിങ് പ്ലാറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. നല്ല അടിപൊളി ചില്ലി ചിക്കൻ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഒന്ന് വീട്ടിൽ തയ്യാറാക്കി നോക്കുക. അപ്പോൾ ഇഷ്ടപ്പെടും എല്ലാവർക്കും. അടിപൊളി, അത്രയ്ക്ക് അടിപൊളി ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവർക്കും ചാനലൊക്കെ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വേറെ വീഡിയോസൊക്കെ കയറി കണ്ട് കൊള്ളാമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഡിഷ് ഇതായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക്